Hi, hello friends, I am Anil. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സ്വന്തം റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്യാനായിട്ട് പേടിയുള്ളവരും എന്നാൽ ബിസിനസ് ചെയ്യാനായിട്ട് അതിയായ ആഗ്രഹമുള്ളവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അതിനുമുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ ബിസിനസിന്റെ ലൈസൻസ് സർവീസുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൈസൻസ് ഒക്കെ എടുക്കാനായിട്ട് ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു അടിപൊളി ബിസിനസിന്റെ അതായത് നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ലാതെ ചെറിയൊരു ഡെപ്പോസിറ്റിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെയേറെ വിജയസാധ്യതയുള്ള ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ബിസിനസ് മറ്റൊന്നുമല്ല, നമ്മുടെ മിൽമയുടെ ഫ്രാഞ്ചൈസി തന്നെയാണ്. മിൽമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കേരളത്തിൽ മിൽമയെ പറ്റി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. അതായത് ആ ഒരു പ്രോഡക്റ്റ് എന്താണ് എന്ന് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. അതുപോലെ തന്നെ മിൽമയുടെ പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് വാങ്ങുന്ന കേരളത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് ബ്രാൻഡാണ്. അതായത് നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി അത് നല്ലൊരു ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഫ്രാഞ്ചൈസി എടുക്കാനായിട്ട് സാധിക്കുക, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക എന്നൊക്കെ. അതായത് നമ്മളുടെ സ്ഥലത്ത് നമ്മൾ മിൽമയ്ക്ക് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് തുടങ്ങിയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം മിൽമയ്ക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്. മിൽമ പാല്, പേട, തൈര്, ഐസ്ക്രീം, അതുപോലെ തന്നെ ദോശമാവ്, ഇഡ്ഡലിമാവ്, സിപ്പപ്പ്, ചീസ്, നെയ്യ്, പായസം മിക്സ്, അത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ മിൽമയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോഡക്റ്റുകളെല്ലാം നമ്മളുടെ ഈ ഒരു ഫ്രാഞ്ചൈസി എടുത്തിട്ടുള്ള ഷോപ്പ് വഴി നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിൽമയുടെ ആള് തന്നെ നമ്മുടെ ഷോപ്പിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് എല്ലാം എത്തിച്ചു തരും. ഇനി നമുക്ക് കമ്മീഷൻ ബേസ്ഡ് ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. അതായത് മിൽമയുടെ ഒരു പാക്കറ്റ് പാല് വിൽക്കുമ്പോൾ നമുക്ക് MRPയുടെ 4% ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി പാലല്ലാത്ത മറ്റ് ഐറ്റംസ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് 30% തൊട്ട് 40% വരെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. മിൽമയുടെ ഇത്തരത്തിലുള്ള സ്റ്റോർ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ 2 കണ്ടീഷനാണ് പറയുന്നത്. ഒന്ന്, 3 കിലോമീറ്ററിനകത്ത് വേറെ മിൽമയുടെ ഇത്തരത്തിലുള്ള ഷോപ്പുകളൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. 2, അത്യാവശ്യം ഗതാഗത സൗകര്യമുള്ള ഒരു സ്ഥലമായിരിക്കണം. അതായത് കസ്റ്റമേഴ്സ് ഒക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമായിരിക്കണം. ഈ 2 ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് മിൽമയുടെ ഷോപ്പ് തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾക്ക് ഒന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, ഇത് പല രീതിയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, മിൽമയുടെ ഐറ്റംസ് മാത്രം വിൽക്കുന്ന ഒരു ഷോറൂം അല്ലെങ്കിൽ ഒരു ഷോപ്പ് എന്ന രീതിയിൽ തുടങ്ങാം. അതിൽ മിൽമയുടെ പാല്, ചീസ്, അത്തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ കോളേജ്, സ്കൂളിൻ്റെ ഒക്കെ അടുത്താണ് എങ്കിൽ ഒരു ഐസ്ക്രീം പാർലർ പോലെ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ ഒരു ടീ ഷോപ്പ്, ഒരു ചെറുകടി, ചായ, കാപ്പി, അത്തരത്തിലുള്ള ഒരു രീതിയിൽ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മിൽമ ഷോപ്പ് തുടങ്ങണമെങ്കിൽ ചെയ്യേണ്ടത്, നമ്മളുടെ റീജിയൻ ഓഫീസ് ഉണ്ട്. മിൽമയ്ക്ക് 3 രീതിയിലുള്ള റീജിയനാണ് വരുന്നത്. ഒന്ന് തിരുവനന്തപുരം, എറണാകുളം, 3 മലബാർ റീജിയൻ. അപ്പോൾ ഇതിൽ ഏതാണോ നമ്മുടെ റീജിയൻ അവിടെയുള്ള മിൽമയുടെ റീജിയൻ ഓഫീസിൽ പോയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഫോമിന് 100 രൂപയാണ് ഫീസ് വരുന്നത്. ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളുടെ സ്ഥലത്ത് വിസിറ്റ് ചെയ്യുകയും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഷോപ്പ് നടത്താനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ, അത്യാവശ്യം ഗതാഗത സൗകര്യമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു എമൗണ്ട് നമുക്ക് റിട്ടേൺ ലഭിക്കുന്നതാണ്. അങ്ങനെ 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത ശേഷം നമ്മളുടെ ഷോപ്പ് നമുക്ക് പ്രവർത്തിപ്പിച്ച് തുടങ്ങാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോട്ടോ, ഇത്രയും ഡോക്യുമെന്റ്സ് കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും യാതൊരു റിസ്ക്കും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് മിൽമയുടെ ഫ്രാഞ്ചൈസി. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ അത് ഓൾറെഡി വിജയിച്ചു നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനി ഞാൻ നല്ല നല്ല പുതിയ ബിസിനസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.